ഹലോ, ഞാൻ ലിബില്ലി. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച 3 പടങ്ങൾ റിലീസായിട്ടുണ്ട്. ദാവീദ്, പൈങ്കിളി, ബ്രൊമാൻസ്. അപ്പോൾ 3 പടങ്ങളിൽ പൈങ്കിളിയും ബ്രൊമാൻസും എനിക്ക് കാണാൻ പറ്റിയില്ല കാലത്ത്. ദാവീദ് കണ്ടു. ഇനിയിപ്പോൾ രാത്രി 8:15 പൈങ്കിളിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, 11:15 ബ്രൊമാൻസിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയാം. എനിക്ക് ദാവീദ് സിനിമ കണ്ടിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഒരു എങ്ങനെ പറയാം, അതിൻ്റെ ക്ലൈമാക്സ് കണ്ടിട്ട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു ക്ലൈമാക്സ് ആയിപ്പോയി ദാവീദ് എന്ന് പറഞ്ഞ സിനിമയുടെ. ഇൻ്റർവൽ പഞ്ചൊക്കെ കിടിലനായിട്ട് വന്നിട്ടുണ്ട്. അതായത് എങ്ങനെ പറയാം, ഇനി അടുത്ത സെക്കൻഡ് ഹാഫ് തീയായിരിക്കും എന്ന് വിചാരിക്കണ ഒരു ഇൻ്റർവൽ പഞ്ചിൽ കൊണ്ടുവന്നാണ് പടം നിർത്തിക്കുന്നത്. പക്ഷേ ക്ലൈമാക്സ് ആയപ്പോൾ മൊത്തത്തിൽ പോയി. അതായത് ഒരു സംതൃപ്തി കിട്ടിയില്ല അതിൻ്റെ ക്ലൈമാക്സ് കണ്ടിട്ട്. ഇനിയിപ്പോൾ പൈങ്കിളി എങ്ങനെ ആയിരിക്കും എന്ന് പറയുമല്ലോ. പൈങ്കിളി എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ പൈങ്കിളി പടം ആയിരിക്കുള്ളൂ എന്തായാലും. പിന്നെ ഈ പടത്തിൻ്റെ സജിൻ ഗോപു ഈ പടത്തിൻ്റെ ഷൂട്ടിങ് നടന്നത് എയർപോർട്ടിൻ്റെ അവിടെ വെച്ചാണ്. അതന്ന് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ കേട്ടായിരുന്നു, പക്ഷേ പോകാനൊന്നും പറ്റിയില്ല. ആ പടത്തിൻ്റെ ക്രൂവിന് ഒരാളെ കണ്ടപ്പോൾ ക്രൂ പറഞ്ഞാണ് ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ്, എയർപോർട്ടിൻ്റെ അടുത്ത് ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ആ പടം സജിൻ ഗോപുവിൻ്റെ പടങ്ങളിപ്പോൾ ഒരുമാതിരി ഒരു ലെവൽ, പുള്ളിയുടെ ഒരു എങ്ങനെ പൊന്മാനൊക്കെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പടം പൊന്മാൻ, അതിലായാലും പുള്ളിയുടെ അഭിനയമൊക്കെ ഗംഭീരം തന്നെയാണ്. പുള്ളി വളർന്ന് എങ്ങനെ പറയണേ, പുള്ളി ഇനിയും നല്ല റോളുകളിൽ പുള്ളി വരും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു പടമായിരിക്കും. പിന്നെ ബ്രൊമാൻസ് പടം എനിക്ക് ഒട്ടും ഇതില്ല, എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എങ്ങനെ ഈ പേര് കേട്ടാൽ തന്നെ അറിയാൻ പാടില്ല. ബ്രൊമാൻസ്, അത് റൊമാൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള കണക്റ്റ് ആയിട്ടുള്ള ഒരു പടമായിരിക്കും ബ്രൊമാൻസ്. എന്തായാലും കണ്ടു നോക്കണം, കാരണം കാണാണ്ട് ഒന്നിനെ കുറിച്ച് അഭിപ്രായം പറയരുതല്ലോ. അതുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കണം, കാണണം. ശരി.